ആശാ വർക്കേഴ്സിന്റെ സമരം അവഗണിച്ച് സർക്കാർ 7ാം ദിവസവും സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം ആശാ വർക്കർമാർ തുടരുകയാണ്. സമരത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന ധനമന്ത്രിയുടെ പ്രതികരണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ധനവകുപ്പുമായുള്ള ചർച്ച തുടരുകയാണെന്ന് ആരോഗ്യമന്ത്രിയും കേന്ദ്രം പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ധനമന്ത്രിയും പറയുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും അനുഭാവപൂർണമായ ഒരു പ്രതികരണം പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വേതന കുടിശ്ശിക അനുവദിക്കുക, ഓണറേറിയം കൂട്ടുക, 5 ലക്ഷം രൂപ വരെ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. 7 ദിവസമായി രാപ്പകൽ സമരത്തിലാണിവർ. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനെ സംഘടിപ്പിച്ച് മഹാസംഗമം നടത്തും. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പ്രഹസനമായിരുന്നുവെന്നും സമരക്കാർ ആരോപിച്ചു. ഈ മന്ത്രിമാർ നമ്മളെ കണ്ടില്ല എന്ന് പഠിക്കുന്നത്. അതുപോലെ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയല്ലേ? നമ്മൾ ഈ സ്ത്രീകളെ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? രാത്രി ഈ സെക്രട്ടേറിയറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ രാത്രികൾ സ്ത്രീകൾ മാത്രം ഇവിടെ കിടന്നൊരു സമരം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ 7 ദിവസം കൊണ്ട് നമ്മളിവിടെ കിടക്കുകയല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിന് കിടക്കുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാളും അവമാനകരമായിട്ടുള്ള കുറച്ച് വാക്കുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ളൊരു വേതനം തരിക, 62 വയസ്സ് കഴിഞ്ഞ് പോകുമ്പോൾ 5 ലക്ഷം രൂപ മിനിമം തരിക. ഞങ്ങൾക്ക് എത്ര ഓണറേറിയമാണോ സർക്കാർ തരാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നിബന്ധന മാനിച്ച് അതിൻ്റെ പകുതി കാശെങ്കിലും പെൻഷനായിട്ട് ഒരാശയ്ക്കും കിട്ടണം. ഞങ്ങൾ 18 വർഷം ഞങ്ങൾ ജോലി ചെയ്തതാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾ കിട്ടണം. ഞങ്ങൾ പോരാടും, ശരിക്കും പോരാടും. ഞങ്ങൾ പോകേണ്ടടുത്ത് ഞങ്ങൾ പോകും. രാജ്യത്ത് കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും സമരക്കാരുടെ ആവശ്യങ്ങൾ ധനവകുപ്പുമായി ചർച്ച ചെയ്തു വരുന്നുവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഇനിയും മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അത്രയും പ്രാധാന്യം ആശമാർക്കുണ്ട്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുമാണ് ഉള്ളത്. കേന്ദ്രം പണം നൽകുന്നില്ലെന്നും ആശാ വർക്കേഴ്സിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതാകാമെന്നും ധനമന്ത്രി. ഈ പറഞ്ഞ ആശാ വർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ, ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട്. അവരോട് പറയണ്ടേ, ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും LDFനും ഉള്ളതിന് അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. ധനമന്ത്രിയുടെ വിവാദ പ്രതികരണത്തിനെതിരെ സമരക്കാർ രംഗത്തെത്തി. ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെന്ന് പറഞ്ഞാൽ ആരുമില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുവാനും ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഞങ്ങൾ ആരുടെയും സമ്മർദ്ദത്തിലോ ഒന്നും അല്ല വന്നത്. ഞങ്ങൾ ആരും തന്നെ ഇവിടെ എന്തെങ്കിലും ഉന്തിത്തള്ളി വന്നിരിക്കുന്ന ആളുകളല്ല. ഈ ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഓണറേറിയവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അത്ര ബോധ്യപ്പെടാത്തതെന്ന് പറയുന്നത് മന്ത്രിയുടെ അറിവില്ലായ്മയാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. സമീപകാലത്ത് നടന്ന പല ജനകീയ സമരങ്ങൾക്കും രാഷ്ട്രീയ ചായ്വ് നൽകി കൈ കഴുകാനുള്ള ശ്രമമായിരുന്നു സർക്കാരും മന്ത്രിമാരും നടത്തിയത്. സമാന രീതിയിൽ തന്നെയാണ് ധനമന്ത്രി ആശാ വർക്കർമാരുടെ സമരത്തെയും കാണുന്നത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നാടും കാടും ഒക്കെ കയറി നാട്ടുകാരുടെ ക്ഷേമം അന്വേഷിക്കുന്നവരാണ് ആശാ വർക്കർമാർ. പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ല. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഞങ്ങൾ ഇനി ഒരു സ്ഥലത്ത് ജോലിക്ക് എടുക്കൂല. 55 വയസ്സ് ഇനി ആരും ജോലിക്ക് എടുക്കില്ല. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വേണ്ട വേതനം തന്ന് മാന്യമായി ഞങ്ങളെ സർവീസിൽ നിന്ന് കളഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വേതനം തന്ന് ഞങ്ങളെ പിരിച്ചുവിടുക. ഞങ്ങൾക്കൊരു വീട്ടിലുള്ള എന്ത് കാര്യങ്ങളും ഞങ്ങളോട് ചോദിച്ചാൽ അറിയാം. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെയാണ് വിളിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കത് ചെയ്യാൻ തയ്യാറുമാണ്. എന്ത് ജോലിയും ചെയ്യാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു മിനിമം വേതനം ഞങ്ങൾക്ക് തന്നിരിക്കണം. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല. ഞങ്ങളെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സമരം നടത്തുന്നത്. ഞങ്ങൾ 18 വർഷമായിട്ട് ഞങ്ങളെ ചോരയും നീരും സർക്കാരിന് വേണ്ടി ഒഴുക്കി ഇന്ന് വരെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം ഈ 7000 രൂപയെന്ന് പറയുന്ന ഓണറേറിയത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് 10 ഹെഡ് ചെയ്തെങ്കിൽ മാത്രമേ ആ 7000 രൂപ ഓണറേറിയം കിട്ടുള്ളൂ. മന്ത്രി നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നും അറിയാത്തതുപോലെയാണ് സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മൾ അപമാനിക്കും പോലെയാണ് ഇന്നലെ വിളിച്ച് വരുത്തിയിട്ട് സംസാരിച്ചത്. വിഷമമുണ്ട്, വളരെ വിഷമമുണ്ട്. നമ്മുടെ എല്ലാവരെയും മുട്ടും നടുവും എല്ലാം പോയി. മുട്ട് മാറ്റി വയ്ക്കണമെങ്കിൽ ഇപ്പോൾ ലക്ഷങ്ങൾ വേണം.
മുട്ടും മാറ്റി വെച്ച് സ്വത്തായിട്ട് ഒരിടത്തിരിക്കുമ്പോൾ ആരെങ്കിലും നോക്കാൻ വേണ്ടി അവർക്ക് വല്ലതും കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 ലക്ഷം ചോദിക്കുന്നത്. കറങ്ങുന്ന കസേരയിൽ എ സിക്കകത്തിരുന്ന് പറയും പോലെയല്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങൾ പോലും, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ പോലും ഒഴിവാക്കിയിട്ടാണ് അവർ പറയുന്ന വർക്കും കാര്യങ്ങളും ഞങ്ങൾ കൃത്യസമയത്ത് ചെയ്ത് തീർത്തു കൊടുക്കുന്നത്. നമുക്ക് എത്ര ഈ 7000 രൂപ കിട്ടിയ എന്താവാം? നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? എന്തോ ഒരു ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ഈ വേരത്ത്. ഇപ്പം ഈ കിടക്കുന്നത് വരെ അവർക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞങ്ങളുടെ സങ്കടങ്ങളൊന്നും അവർ കാണുന്നത്. വെറുതെ ചാനലിൽ പറയുന്നത് ഞാൻ ആശമാരെയാണ് പരിഗണിക്കുന്നത്, മുൻതണ്ടിയിൽ ആശമാരുടെ വിഷയങ്ങളാണ് ഇടുന്നതെന്ന്. വളരെയേറെ ദുരിതത്തിലാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അത്ര പ്രയാസപ്പെട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്.